പ്രകൃതി ദുരന്തങ്ങളുടെയും ഒപ്പം കേരളം ഓർക്കുന്ന പേരാണ് മുല്ലപ്പെരിയാർ ഡാം. ഒരു ചർച്ചാ വിഷയത്തിനപ്പുറം കേരളത്തിന്റെ ആശങ്കയാണ് മുല്ലപ്പെരിയാർ. ഇന്ന് ഇതേപ്പറ്റി നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് റസൽ ജോയിയാണ്. സർ നമസ്കാരം. ഈ പറഞ്ഞതുപോലെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ട് ചർച്ചകൾ വരുന്നത്. ഈ വിഷയത്തിന് വേണ്ടത്ര സീരിയസ്നെസ് മാധ്യമങ്ങളോ ജനങ്ങളോ നൽകുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല, അവർക്ക് അറിഞ്ഞാലല്ലേ സീരിയസ്നെസ് ഉണ്ടാവുള്ളൂ. 2018 പ്രളയം കൊണ്ട് അവരൊന്നും പഠിച്ചിട്ടില്ല. 2019 ചെറിയ പ്രളയം ഉണ്ടായി, അന്നും ഒന്നും പഠിച്ചില്ല. പിന്നെ കേരളത്തിലുടനീളം ചെറിയ ചെറിയ ട്രെമേഴ്സ് ഉണ്ടായിരുന്നു. റിക്ടർ സ്കെയിലിൽ 2 തുടങ്ങിയത് 3.4 വരെ എത്തി, എന്നിട്ടൊന്നും പഠിച്ചിട്ടില്ല. വർഷാവർഷം കേരളത്തിൻ്റെ ഹൈ റേഞ്ചിലും ഹിൽ ഏരിയകളിലൊക്കെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ട്, ഉരുൾപൊട്ടലുകൾ, എന്നിട്ടും ഒന്നും പഠിച്ചിട്ടില്ല. അവരെന്ത് സീരിയസ്നെസ് ഉണ്ടാവുക? ഇപ്പോൾ ഈ ഡാം തകരുകയാണെങ്കിൽ കേരളത്തിന് എത്രമാത്രം ഭീകരമായിരിക്കുമെന്ന് ഏകദേശം ഒരു ധാരണയുണ്ട്. കേരളം അല്ലാതെയുള്ള സംസ്ഥാനങ്ങളെ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്? അത് ഒരു ഡിസാസ്റ്റർ എവിടെ ഉണ്ടായാലും എല്ലാവരെയും ബാധിക്കും. ഭൂമി ഒരു വലിയ ഗോളമല്ലേ. എവിടെയെങ്കിലുമൊക്കെ ഡിസാസ്റ്റർ ഉണ്ടായാൽ എല്ലാ മനുഷ്യരെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കും. സാമ്പത്തികമായി പോലും ബാധിക്കും. ഒരു രാജ്യത്തിൻ്റെ തകർച്ച ലോകത്തെ സാമ്പത്തിക നിലവാരത്തെ ബാധിക്കും. അപ്പോൾ ഇത് ഒരു വിദേശിയുടെ ഡിസാസ്റ്ററാണ്, നമ്മളെയൊന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ ആർക്കും കൈകഴുകിയിരിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഡിസാസ്റ്ററെല്ലാം പലപ്പോഴും മനുഷ്യൻ്റെ പ്രകൃതിയുടെ മേലെയുള്ള കടന്നുകയറ്റത്തിൽ പ്രകൃതിയുടെ റെസ്പോൺസാണ്. ലോകരാജ്യങ്ങളെല്ലാം ഓടിക്കൂടി തീരുമാനിച്ചില്ലേ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കണം. അത് എന്താ ഡിസാസ്റ്റർ വരുമെന്ന് പേടിച്ചിട്ടാണ്. കാരണം പ്രകൃതിക്ക് അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ വീണ്ടെടുക്കേണ്ടതുണ്ട്. നമ്മൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്ന പ്രക്രിയയാണ് ഡാമിൻ്റെ എല്ലാം കൺസ്ട്രക്ഷൻ. അത് പ്രകൃതി പുനഃസ്ഥാപിച്ചെടുക്കും ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഒരു തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വയനാട് ദുരന്തമാണെങ്കിലും കോഴിക്കോട് വിലങ്ങാട് സംഭവിച്ച ഉരുൾപൊട്ടലാണെങ്കിലും ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മഴക്കാലത്തും ഓരോ ദുരന്തങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തങ്ങൾ മുല്ലപ്പെരിയാറിൻ്റെ റിസ്ക് വർദ്ധിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം മുല്ലപ്പെരിയാർ ഡാം തന്നെ സീസ്മിക് സോണിലാണ്. പിന്നെ അവിടെ നിന്ന് കൊടൈക്കനാൽ ഭ്രംശമേഖല എന്ന് വെച്ചാൽ 16 കിലോമീറ്റർ അകലെ മാത്രമാണ്. പിന്നെ മുല്ലപ്പെരിയാർ സെൻറ്റർ ചെയ്തുകൊണ്ട് 200 കിലോമീറ്റർ ചുറ്റളവിൽ 22 ഭ്രംശമേഖലകൾ കണ്ടെത്തിയിട്ടുണ്ട്. കേരളം മൊത്തത്തിൽ ഒരു ഭൂകമ്പ മേഖലയായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മൾ പ്രകൃതി അത്രയും ആക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഭൂകമ്പ സാധ്യതയുള്ള അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള മേഖലയായിട്ട് കേരളം മാറിയത്. ഇപ്പോൾ ഇത്രയും ചർച്ചകൾ വന്നിട്ടും ഇത്രയും മാധ്യമ ശ്രദ്ധ അതിനോട് കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ വിഷയത്തിന് ഇത്രയും വർഷങ്ങളായിട്ടും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവാത്തത്? വേണമെന്ന് ആഗ്രഹമില്ല. ഇവിടുത്തെ ശാശ്വത പരിഹാരം വേണമെന്ന് ഇവിടുത്തെ അധികാരി വർഗം തീരുമാനിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ഇതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും. സുപ്രീം കോടതിയിലെ കേസ് ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റും. ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ ഒന്ന് ഡാം പരിശോധിച്ച് അതിൻ്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണമെന്നാണ്. അല്ലാതെ മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണെന്നോ ഇപ്പോൾ പൊട്ടുമെന്നോ എന്ന് ഞാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടൊന്നുമില്ല. അത് പറയേണ്ട ആൾ ഞാനുമല്ല. ഞാനാണ് അതൊക്കെ പറയേണ്ടത്. പറയാൻ ഇന്ത്യയിൽ ആരുമില്ല. ഇന്ത്യയിൽ സിവിൽ എഞ്ചിനീയേഴ്സ് മാത്രമേ ഉള്ളൂ. ഡാം എഞ്ചിനീയറിംഗ് പോലുമില്ല. ഡാം എഞ്ചിനീയറിങ്ങിനേക്കാളും ഒരു ഉയർന്ന തലത്തിലുള്ള എഞ്ചിനീയറിംഗ് ശാസ്ത്ര ശാഖയാണ് റിലയബിലിറ്റി സയൻസ്. എന്തും എത്ര നാൾ റിലയബിളാണെന്ന് പറയേണ്ടത് അവരാണ്. ഇപ്പോൾ നമ്മുടെ യുദ്ധോപകരണങ്ങൾ, ടാങ്ക്, എയർക്രാഫ്റ്റ്, ഇപ്പോൾ റാഫേൽ എയർക്രാഫ്റ്റ് ഫ്രാൻസിൽ നിന്ന് മേടിച്ച് അത് എത്ര നാൾ ഇന്ത്യൻ എയർഫോഴ്സിന് റിലയബിളാണെന്ന് അവരാണ് പറയേണ്ടത്. മനുഷ്യ ശരീരത്തിൽ വയ്ക്കുന്ന ആർട്ടിഫിഷ്യൽ ഓർഗൻസ് എല്ലാം എത്ര നാൾ നമ്മുടെ ശരീരത്തിന് അത് കൊണ്ടു നടക്കാം. ഇപ്പോൾ ഒരു പേസ് മേക്കർ എത്ര നാൾ കൊണ്ടു നടക്കാം. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ അത് എത്ര നാൾ നമ്മുടെ ശരീരത്തിന് ഉപകാരപ്പെടും എന്നെല്ലാം തീരുമാനിക്കേണ്ടത് റിലയബിലിറ്റി സയൻസാണ്. ഒരു ഡാം സ്ട്രക്ചർ, ഒരു സിമൻറ്റ് സ്ട്രക്ചർ
എല്ലാം എത്ര നാൾ നമുക്കതിനെ റിലേ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതും അവരാണ്. അത് ഇന്ത്യയിൽ ഇല്ല എന്ന് വിചാരിച്ച് അതൊരു ശാസ്ത്രമല്ലാതെ ആകുന്നില്ലല്ലോ. ഞാൻ അമേരിക്കയിലെയും കാനഡയിലും ഒക്കെ, കാനഡയിലെ 2ഉം അമേരിക്കയിലെ 1ഉം റിലയബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അഡ്രസ്സ് സുപ്രീം കോടതി ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് കേരള സർക്കാർ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് വിരോധമില്ല, അതിൻ്റെ ചിലവ് എത്രയാണെന്ന് വെച്ചാൽ ഞങ്ങൾ വായിച്ചോളാം. ഈ 2 സെൻറ്റൻസ് എഴുതിയിട്ട് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഇട്ടാൽ മുല്ലപ്പെരിയാർ കേസ് തീർന്നു. റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ ഡാം പരിശോധിക്കാനായിട്ട് വന്നാൽ അവർക്ക് പരിശോധിക്കേണ്ടി തന്നെ വരില്ല. കാരണം അവരുടെ സയൻസ് പ്രകാരം ഒരു ഡാമിൻ്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് 40 ഇയേഴ്സാണ്. അതുതന്നെയാണ് പെനിക്കുക്കും പറഞ്ഞ 50 ഇയേഴ്സ്, ഒരു 10 വർഷത്തിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ഡാമിനെ തലയിൽ ചുമക്കാൻ വിധിക്കപ്പെട്ടവരാണ് മലയാളികൾ. അത് ഗുരുതരം തന്നെ. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണം, പുതിയൊരു ഡാം പണിയണം, അതാണ് നമ്മുടെ ആവശ്യം. എൻ്റെ ആവശ്യം അതല്ല. ഞാൻ ഒരിക്കലും ഈ 84 ഡാംസ് ഉണ്ടാക്കി വെച്ച സംസ്ഥാനത്ത് വേറൊരു ഡാം വരണമെന്ന് ആഗ്രഹിക്കില്ല. അത് പ്രകൃതിയുടെ മേലെ വീണ്ടും ഒരു കടന്നുകയറ്റം തന്നെയാണ്. പുതിയൊരു ഡാം വരണമെന്ന് ഞാൻ ഒരിക്കലും വരരുതെന്നുള്ള പ്രാർത്ഥന എനിക്കുള്ളത്. കാരണം അത് ഈ ഭൂമി താങ്ങില്ല, പ്രത്യേകിച്ച് ഈ കേരളത്തിൻ്റെ പ്രകൃതി താങ്ങില്ല. ഇവിടെ 38,861 സ്ക്വയർ കിലോമീറ്റർ ഉള്ളൂ. ഒരു വശത്ത് സഹ്യപർവ്വതവും മറുവശത്തും കടലാണ്. കേരളം ആസ് എ ഹോൾ ഈസ് എക്കോളജിക്കലി സെൻസിറ്റീവ്. ഇവിടെ ഇനിയൊന്നും ഡാംസൊന്നും വേണ്ട. ഇനി കൂടുതൽ ഡാംസ് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥയുണ്ട്, അത് പുനഃസ്ഥാപിക്കേണ്ടി വരും. എടുത്തു മാറ്റും പ്രകൃതി, അതിന് യാതൊരു സംശയമില്ല. ലോക ചരിത്രം തന്നെ അതാണ്. മനുഷ്യൻ എത്രത്തോളം പ്രകൃതിയെ ആക്രമിക്കുന്നോ അവിടെയുള്ള മനുഷ്യരെയൊക്കെ തൂത്തടിച്ച് പ്രകൃതി മാറ്റിയിട്ടുണ്ട്. അത് കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ ഡീകമ്മീഷൻ ചെയ്യുന്നതിനുള്ള നിയമസാധ്യതകൾ എന്തെല്ലാമാണ്? സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഡാം തകർച്ചയിലാണെന്ന് 1964 തകർച്ചയിലാണെന്ന് കണ്ടെത്തി. 60 വർഷമായി, ഇപ്പോഴും ചർച്ചയേ ഉള്ളൂ. ഇതിനൊരു പരിഹാരമില്ല. ഇത് സ്ട്രക്ചറലി സേഫ് എന്നാണ് സുപ്രീം കോടതിയുടെ മുമ്പേ ആ റിപ്പോർട്ട്. അതിൻ്റെ താഴെ ഇതിൻ്റെ ബേസുണ്ട്. ബേസ് ചുണ്ണാമ്പും വെള്ളമായിട്ടൊക്കെ പ്രവർത്തിച്ച് പൊടിഞ്ഞ് ചുണ്ണാമ്പും വെള്ളമായിട്ട് റിയാക്ട് ചെയ്ത കാർബോണിക് ആസിഡ് ഉണ്ടാകും. കാർബോണിക് ആസിഡ് ഡാമിൻ്റെ ഭിത്തികളെയും അടിത്തറയെയും നശിപ്പിക്കുന്നല്ല, 130 വർഷമായിട്ട് നശിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് അതിൻ്റെ മുമ്പിൽ വലിയ ചതുപ്പ് രൂപപ്പെട്ടിട്ടുള്ളൂ. അത് ജനങ്ങൾ കാണാതിരിക്കാനാണ് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ആരെയും കയറ്റിവിടാത്തത്. അപ്പോൾ ഒരു ഡാമിൻ്റെ മുമ്പിലും ചതുപ്പ് വരാൻ പാടില്ല. ഇപ്പോൾ ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ മുമ്പിൽ ഡ്രൈ ആണ്, അങ്ങനെ നിൽക്കണം. ചതുപ്പ് വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൺസ്ട്രക്ട് ചെയ്ത മെറ്റീരിയൽ സുറുക്കി ഒലിച്ച് പുറത്തു വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ഡേഞ്ചറസ് സീനാണ്. കാരണം ഇത് കാർബോണിക് ആസിഡ് ആകുന്നതുകൊണ്ട് ഡാമിൻ്റെ അടിത്തറയും അടിയിലെ ഭിത്തികളൊക്കെ പൊടിഞ്ഞുണ്ടാവും. ഇപ്പോൾ ഡീകമ്മീഷൻ ചെയ്യുന്നതിനുള്ളൊരു പ്രശ്നമായിട്ട് പറയുന്നത് തമിഴ്നാട് സർക്കാരുമായിട്ടുള്ള ആ കരാറാണ്. അവർക്ക് വെള്ളം വേണം. ഇപ്പോൾ ഉയരുന്ന മുദ്രാവാക്യവും തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഡീകമ്മീഷൻ ചെയ്യുകയാണെങ്കിൽ ഏത് തരത്തിലാണ് തമിഴ്നാട് സർക്കാരിന് ജലം ലഭ്യമാക്കാൻ പറ്റുക? അതിൻ്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണെന്ന് സാറിൻ്റെ അഭിപ്രായം? അല്ല, തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ എന്ന് പറയുന്നത് ഒരു ഫാൾസ് കോൺസെപ്റ്റാണ്. വെള്ളവും ജീവനും എങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? ഒരിക്കലും വെള്ളവും ജീവനുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ ജീവൻ എത്ര വെള്ളം? എന്തൊരു നോൺസെൻസ് അവന്മാർ ഈ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. ഇവർക്കൊരു മനുഷ്യൻ്റെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? എത്ര കുപ്പി വെള്ളമാണെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു ബാഡ് കൺസെപ്റ്റാണ്. അത് പറയരുത്. തമിഴ്നാടിന് സുരക്ഷ, കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം, അങ്ങനെ ഒരിക്കലും പറയരുത്. തമിഴ്നാടിന് വെള്ളം കൊടുക്കാനായിട്ട് 1000 വഴികളുണ്ട്. സയൻസ് ഒന്നും ഡെവലപ്പ് ചെയ്തവർക്കൊന്നും മനസ്സിലായിട്ടില്ലേ? ഇതിൻ്റെ മുകളിലൊരു ഡാമുണ്ട്, നേരെ മുകളിലല്ല. ഞാൻ അങ്ങനെ പലയിടത്തും പറഞ്ഞിട്ട് നേരെ മുകളിൽ അങ്ങനെ ഒരു ഡാമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒബ്ജക്ഷൻ പറഞ്ഞിട്ട് വന്നു. ഞാൻ ജോഗ്രഫിക്കലി മുകളിലാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ മുകളിൽ കക്കി എന്ന് പറയുന്ന ഡാമുണ്ട്. അത് പത്തനംതിട്ട ജില്ലയിലാണ്, പമ്പയിലാണ്. തമിഴന്മാർക്ക് അതിലെ വെള്ളം കിട്ടിയത് എന്തോരം സന്തോഷമാവും. പമ്പ റിവറിലെ വെള്ളം എന്ന് വെച്ചാൽ ഹോളി വാട്ടറാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെ നിന്ന് 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം. തമിഴ്നാട്ടിന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റിയും കിട്ടും, ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും. ഒരു കാര്യമുണ്ട്, പുതിയ കരാറുണ്ടാവും. തമിഴ്നാട് തന്നെ പറയുന്ന 50,000
കോടി രൂപ പ്രതിവർഷം തമിഴ്നാട് എക്സ്ചക്കറിൽ വരുന്നു എന്ന്. അതിലൊരു 10,000 കോടി നമുക്ക് തരേണ്ടി വരും. ഇലക്ട്രിസിറ്റി സർപ്ലസ് സ്റ്റേറ്റാണ് തമിഴ്നാട്, നമ്മൾ ഡിഫിസിറ്റ് സ്റ്റേറ്റാണ്. നമുക്ക് നമ്മുടെ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് തരേണ്ടി വരും. കേരളം എത്ര സമ്പന്നമാവും? അതിനൊരു ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ വേണം. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല സ്വാതന്ത്ര്യത്തിന് ശേഷം. അതാണ് പ്രശ്നം. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പോലെ, തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പോലെ, ഇംഗ്ലണ്ടിലെ തെരഞ്ഞെടുപ്പുകൾ പോലെ ജനങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല. 5 കൊല്ലത്തേക്ക് നല്ല പോളിസി പറയുന്ന ആൾക്കാരെ. അപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിലും തമിഴ്നാട്ടിലെ ഇലക്ഷനും അങ്ങനെയാണ്. ജല്ലിക്കെട്ട് വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. തമിഴൻ്റെ ആ നാടിനെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ അവർക്ക് DMK ഇല്ല, ADMK ഇല്ല, ഒന്നുമില്ല. ആരാണോ ആ വിഷയത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത് അവരെ തിരഞ്ഞെടുക്കും. അങ്ങനെ തന്നെയാണ് അമേരിക്കയിലും നടക്കുന്നത്, അങ്ങനെ തന്നെയാണ് UK നടക്കുന്നത്. ലോകത്തെ പല വികസിത രാജ്യങ്ങളിലും നടക്കുന്നത് ആ പോളിസി ഡിസിഷനാണ് ബൈ ദ പീപ്പിൾ. ഇവിടെ എന്താണ്, എൻ്റെ പാർട്ടി ഏതാണോ അതിനെ ഞാൻ വോട്ട് ചെയ്യുക. ആ പാർട്ടി എന്ത് ദോഷം ചെയ്താലും എനിക്കതൊരു വിഷയമല്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയം, സ്കൂളിൽ തന്നെ രാഷ്ട്രീയം കുട്ടികളുടെ ഹൃദയത്തിലേക്ക് കയറ്റണം. അങ്ങനെയാണ് ഇവരുടെ രാഷ്ട്രീയത്തിന് അഡിക്റ്റഡായി ഒരു പാർട്ടി ആളായിട്ട് നടക്കുന്നത്. ഈ പാർട്ടി ആളായിട്ട് ജനങ്ങളും അങ്ങനെ നടന്നാൽ, ജനങ്ങളും പാർട്ടി ആൾക്കാരായിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ നാട് പുരോഗമിക്കില്ല. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് കേരളം അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് പോകുന്നു. നമ്മുടെ ചുറ്റുമുള്ള പ്രവിശ്യകളൊക്കെ ഡെവലപ്ഡ് ആവുന്നു. ഈ രാഷ്ട്രീയം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്ന് പുറത്തിയാടുന്നോ, സ്വതന്ത്രമായിട്ട് ജനങ്ങൾ എന്നാണ് ചിന്തിക്കുന്നത്, ഈ നാടിന് വേണ്ടത് എന്താണ് ചിന്തിക്കുന്നത്, അന്നേ കേരളം രക്ഷപ്പെടും. അല്ലെങ്കിൽ ലോകത്ത് ഏതെങ്കിലും ഒരു ജനത 130 വർഷം പഴക്കമുള്ള ഡാം തലയിൽ പിടിച്ച് നിൽക്കുമോ? വേറെ ഒരിടത്തും ഇങ്ങനത്തെ ആൾക്കാരില്ല. അതും ഒരു മേസൺട്രി ഡാം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. ഒരു കയ്യാലയാണത്. പഴയ കാലത്ത് കയ്യാല കിട്ടുന്ന ടെക്നോളജി. അതിൻ്റെ 2 കയ്യാല ഉണ്ടെന്ന് മാത്രം. 2 കയ്യാലയുടെ നടുവിൽ കുറച്ച് സുർക്കി ഒഴിച്ചിട്ടുണ്ട്. ഇത് തന്നെ സംഭവം. സുർക്കിയൊക്കെ ഒലിച്ചു പോയി. അതിൻ്റെ കല്ലിൻ്റെ ഇടയിൽ വെച്ച സുർക്കി പൊടിഞ്ഞും പോയി. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രഷറില്ലേ, ഇതിൻ്റെ പ്രഷറും കൊണ്ട് പൊടിഞ്ഞു പോയി. അതാണ് അവസ്ഥ. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ വെള്ളം ലീക്ക് ചെയ്യുന്നത്. വെള്ളം ലീക്ക് ചെയ്തത് കാണാതിരിക്കാനായിട്ട് പല അഭ്യാസം അവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കേരള സർക്കാരുകളുടെ അനാസ്ഥ ഈ വിഷയത്തിലുണ്ടെന്ന് സർ കരുതുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം അത് കേന്ദ്രത്തെ അറിയിക്കേണ്ടവർ പ്രോപ്പർ സമയത്ത് അത് അറിയിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. എൻ്റെ കേസിലാണ് പ്രധാനമന്ത്രി ആദ്യത്തെ എതിർകക്ഷിയായിട്ട് വന്നത്. കുറച്ചെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയത് അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിന്. പിന്നെ കേന്ദ്ര സർക്കാർ ഒന്നും അറിയാത്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കേരളം അവർക്ക് അത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമല്ല. അതൊരു കാരണമാവാം. ഇപ്പോൾ രാഷ്ട്രീയം വെച്ച് ഇത്രയും ജനങ്ങളുടെ ജീവൻ പണയം വെച്ച് രാഷ്ട്രീയം കളിക്കാമെന്നാണോ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. രാഷ്ട്രീയമാണ് ഈ സാധനം മുകളിൽ നിൽക്കുന്നതിനൊരു കാരണം. അല്ലെങ്കിൽ ഏതെങ്കിലും ജനം ഈ സാധനം മുകളിൽ വെച്ചിട്ട് താഴെ ജീവിക്കാം, ധൈര്യപ്പെടും. അത് എൻ്റെ നേതാവ് എന്നെ രക്ഷിച്ചോളൂ എന്നാണ്. എൻ്റെ നേതാവ് 2011 ഇത് പൊട്ടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പൊട്ടും. എൻ്റെ നേതാവ് 2024 ഇത് പൊട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പൊട്ടില്ല. അപ്പോൾ ഇവരുടെ ചിന്താശക്തി എത്ര ഉള്ളൂ? സ്വതന്ത്രമായ ചിന്തയില്ല, സ്വതന്ത്രമായിട്ട് ഒന്നും ആലോചിക്കുന്നില്ല. ഒരു തൊഴിലാളി അവൻ തൊഴിൽ ചെയ്ത് കഷ്ടപ്പെട്ട് തൊഴിലാളിയായി ഭരിക്കുന്നു. അവനൊരു ഡെവലപ്മെൻറ്റും ഇല്ല. അതവന് പ്രശ്നമല്ല. കാരണം അവൻ ആ കഷ്ടപ്പാടിൽ കിടക്കുമ്പോഴും അവൻ്റെ മക്കൾക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോഴും വലിയ വലിയ നേതാക്കന്മാർ ഓക്സ്ഫോർഡിൻ്റെ മക്കൾ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ പഠിക്കുമ്പോൾ ഇവൻ്റെ മക്കൾക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഇവന് കഴിയുന്നില്ല. ഇവനെ അറിയുകയും ചെയ്യാം. ഇവൻ്റെ നേതാക്കന്മാരുടെ മക്കൾ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ വളരെ സുന്ദരമായി പഠിക്കുന്നു. എൻ്റെ മകൻ സിന്ദാബാദും വിളിച്ച് പഠിക്കാതെ കോളേജിൽ നടന്നാലും ഇവന് വിരോധമില്ല. കാരണം അവൻ്റെ നേതാവിനാണ് ഈ മകൻ സിന്ദാബാദ് വിളിക്കുന്നത്. അപ്പോൾ നാട് രക്ഷപ്പെട്ടില്ലെങ്കിലും സ്വയമേ കഷ്ടതയിലാണെങ്കിലും നേതാവ് ജയിക്കണം, പാർട്ടി ജയിക്കണം. ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ലോകത്തെ ഒരിടത്തുമില്ല. അതാണ് ഈ നാടിൻ്റെ ശാപം. ഈ നാട് കുത്തനെ കടത്തിലേക്ക് വീണതിൻ്റെ ഒരു കാര്യം നമ്മുടെ റിസോഴ്സസ് കരിമണൽ നമ്മുടെ ഒരു നിധിയാണ്. അതിൻ്റെ പ്രയോജനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല.
അത് കുറച്ച് പേര് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു നിധി, അവർ സൗകര്യം കിട്ടുമ്പോഴൊക്കെ വന്ന് മാന്തി എടുത്തുകൊണ്ട് പോകുന്നൊരു നിധി. അതിൽ നിന്ന് 1 രൂപ പോലും റോയൽറ്റിയൊക്കെ വരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനൊന്നും എത്രമാത്രം വാസ്തവമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് മൊത്തം അതിൻ്റെ ലാഭം ഖജനാവിലേക്ക് വന്നാൽ ഈ നാട് രക്ഷപ്പെട്ടു. ചില വയസ്സായ സ്ത്രീകൾ ക്ഷേമ പെൻഷനുകൾ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് റോഡിൽ ഇറങ്ങിയില്ലേ? എന്ത് ദുര്യോഗമാണ്! ഒരാൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വയസ്സായ ആൾക്കാർ പിച്ചച്ചട്ടിയായിട്ട് തെരുവിലേക്ക് ഇറങ്ങണമെന്ന് വെച്ചാൽ ഇറങ്ങിയ ആളുടെ കാര്യം പോട്ടെ, ഭരിക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഞാൻ ഭരിക്കുമ്പോൾ എൻ്റെ സിറ്റിസൺസ്, ഈ നാട്ടിലെ പൗരന്മാർ ഇങ്ങനെ നടക്കുമ്പോൾ അതില്ലാണ്ടാക്കാനുള്ളൊരു മാനസിക അവസ്ഥ വരൂലേ? അത് വരുന്നില്ല എന്ന് കാണുന്നത് വളരെ ദുഃഖകരം തന്നെയാണ്. നാട്ടിലെ ജനങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടൊരു ഭരണാധികാരിക്ക് സാധിക്കണം. ആരായാലും. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഞാനിത് പറയുന്നത് ഞാൻ അറിഞ്ഞ ഫാക്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മുന്നറിയിപ്പുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓരോ മഴക്കാലത്ത് നമ്മൾ ന്യൂസുകളിൽ കാണാറുണ്ട്, ഇന്ന ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ എന്നാൽ പോലും ഒരു മാറ്റിപ്പാർപ്പിക്കലോ അങ്ങനെയൊന്നും പല സമയത്തും നമ്മൾ കാണാറില്ല. അപ്പോൾ ഈ മുന്നറിയിപ്പുകൾ എത്രത്തോളം എഫക്റ്റീവാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകാൻ കഴിയുമോ? അങ്ങനെ ഒരു തകരുന്ന ഒരു സാഹചര്യം വന്നാൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകാനോ അല്ലെങ്കിൽ ആളുകളെ മാറ്റി പാർപ്പിക്കാനോ കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കും? റെഡ് അലർട്ടെന്ന് സർക്കാർ മുന്നറിയിപ്പ് കൊടുത്ത എത്ര പേർക്കറിയാം എന്താണ് റെഡ് അലർട്ട്? എന്നെ കേൾക്കുന്ന, ഈ ചാനലിനെ കേൾക്കുന്ന ആർക്ക് പറയാൻ കഴിയും റെഡ് അലർട്ട് എന്താണ്? റെഡ് അലർട്ട് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളല്ല, സർക്കാർ മെഷീനറിക്കാണ് റെഡ് അലർട്ട് കൂടുതൽ ബാധകം. കാരണം വെച്ചാൽ നമ്മുടെ നികുതി പണം വാങ്ങുന്ന വില്ലേജ് ഓഫീസർ മുതൽ ഡിസ്ട്രിക്ട് കളക്ടർ വരെയുള്ള ആളുകൾ ജാഗരൂകരാകണം. അവർ ഇപ്പോൾ ജനങ്ങളെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് അഡ്വാൻസായിട്ട് മാറ്റണം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ അവിടെ കൊണ്ടുവരണം. എർത്ത് മൂവേഴ്സ്, ഫ്ലാഷ് ലൈറ്റ്, അക്സാലാമ്പ്, ബെയിലി ബ്രിഡ്ജ്, ഇത്തരം ബെയിലി ബ്രിഡ്ജൊക്കെ നമ്മൾ മുണ്ടക്കയിൽ കണ്ട്. എപ്പോഴാണ് കൊണ്ടുവന്നത്? ഡിസാസ്റ്ററൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം. നമ്മൾ കൊണ്ടുവന്നില്ല, കേരളത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒന്നും കൊണ്ടുവന്നില്ല, സൈന്യമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ജില്ലകൾ തോറും അത്തരം ബെയിലി ബ്രിഡ്ജസൊക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സമിതിക്ക് ഉണ്ടാകണം. അതൊന്നുമില്ല ഇവിടെ. റെഡ് അലർട്ട് എന്ന് പറഞ്ഞ ആളുകൾക്ക് എന്താണെന്നറിയില്ല. അതാണ് അവസ്ഥ. ഇപ്പോൾ ചെറിയ ചില റിപ്പയറുകൾ തമിഴ്നാട് സർക്കാർ ചില റിപ്പയർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഇത്രയും നാൾ ഇത് പൊട്ടാതെ ഇത്രയും നാൾ നിലനിന്നത് ചിലപ്പോൾ ഈ മെയിൻ്റെനൻസ് കൊണ്ടായിരിക്കുമോ? അതുകൊണ്ട് ഒരിക്കലും അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ റിപ്പയറിംഗ് ഒന്നും പറ്റില്ല. ഒരു ഫ്ലോലെസ് മെത്തേഡൊന്നും ഇല്ല ആക്ച്വലി. റിപ്പയർ ചെയ്ത് ഡാം കൂടുതൽ മോശമാക്കിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ അതൊരു മേസൺട്രി ഡാമൊക്കെ എങ്ങനെ റിപ്പയർ ചെയ്യാനാണ്? അതൊരു കുറ്റമറ്റ സാങ്കേതിക വിദ്യയൊന്നും ഇല്ല ലോകത്ത്. ആരിപ്പോൾ വികസിത രാജ്യങ്ങളൊന്നും നമ്മൾ ഡാം റിപ്പയർ ചെയ്ത് 130 കൊല്ലം കൊണ്ടു കടന്നു കേട്ട ആളുകൾ ചിരിക്കും. കാരണം വികസിത രാജ്യങ്ങളിലൊക്കെ 40 വർഷം കഴിഞ്ഞാൽ പിന്നെ നോ മോർ റിപ്പയറിങ്. റിപ്പയർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഔട്ട്ഡേറ്റഡ് ആണ്. എടുത്തു മാറ്റി ഒരു 40 വർഷം കഴിഞ്ഞ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഗൂഗിൾ മാപ്പിൽ ഒരു ചെരിവ് കണ്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിനെ എതിർത്തും സപ്പോർട്ട് ചെയ്തും വാർത്തകൾ വരുന്നുണ്ട്. പല വിമർശനങ്ങൾ വരുന്നുണ്ട്. മണ്ടത്തരമാണെന്ന് പറയുന്നുണ്ട്. ഗൂഗിളിന് തെറ്റ് പറ്റിയതാണെന്ന് പറയുന്നുണ്ട്. അതിനോട് സാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതൊരു ശാസ്ത്രജ്ഞനെ വിളിച്ച് ചോദിക്കും. വക്കീലാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. പക്ഷേ അവിടുത്തെ എൻജിനീയേഴ്സ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അശാസ്ത്രീയമായ റിപ്പയറിംഗ് വർക്ക്സ്, അതായത് ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ക്യാപ്പിംഗ് നടത്തി. അത് ഭാരം കൂടിയാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടും, ഡാം മറിയാനുള്ള സാധ്യത കുറയും. ഇതാണ് തത്വം. ഇത് മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉള്ളു പൊള്ളയായിരുന്നു, സുർക്കിയെല്ലാം പോയി. ഞാൻ പറഞ്ഞില്ലേ 2 കയ്യാലകൾ അപ്പുറത്തും കെട്ടി നടുക്ക് സുർക്കി ഒഴിച്ച് വെച്ചേക്കണാണെന്ന്. സുർക്കി പോകുമ്പോൾ അത് പൊള്ളയാവും. പൊള്ളയായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് കൂടുതലിട്ട് ബലപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും ഡാം താഴേക്ക്. ഡാമിൻ്റെ അടിയിൽ ഈ ചുണ്ണാമ്പ് വെച്ചിട്ടാണല്ലോ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ചുണ്ണാമ്പ് ജലവുമായിട്ട് പ്രവർത്തിച്ച് കാർബോണിക് ആസിഡ് ഉണ്ടാവും. കാർബോണിക് ആസിഡ് ഡാമിൻ്റെ ഭിത്തികളെ തകർക്കും.
ബേസ് തകർക്കും, അടിത്തറ തകർക്കും. പിന്നെ ഈ സുർക്കിയായിട്ട് ബന്ധം, ജലവുമായിട്ട് ബന്ധമുള്ള എല്ലാ മേഖലകളും തകർക്കും. അപ്പോൾ അത് പൊടിഞ്ഞിരിക്കുന്ന സംഭവത്തിൻ്റെ മേലെ കൊണ്ടുവന്ന് കൂടുതൽ വെയിറ്റ് കൊടുത്തപ്പോൾ ഡാം താഴേക്ക് ഇരുന്ന് ഒടിഞ്ഞ് വളഞ്ഞ് പോയതായിരിക്കാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ് വളഞ്ഞിരിക്കണമെന്നുള്ളത് ശരിക്കും അറിയണമെങ്കിൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ തന്നെ വരണം, അല്ലാതെ ഇവിടെ അതിന് സയൻസൊന്നുമില്ല. ഇപ്പോൾ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചാൽ തമിഴ്നാട് സർക്കാർ എങ്ങനെ അതിനോട് പിന്തുണയ്ക്കുമെന്നാണ് കരുതുന്നത്? അതാണ് എല്ലാവരുടെയും ചിന്ത. തമിഴ്നാടിൻ്റെ കാര്യം എല്ലാവർക്കും ചിന്ത. അത് എന്താണെന്നറിയോ, പെരുവിരൽ തൊട്ട് നെറുകന്തല വരെ ഭയം. അതാണ് അവർക്ക് ഭയം കേരളത്തിലെ മലയാളികളുടെ മനസ്സിൽ ഭയം ജനിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെ തമിഴ്നാട്ടിൽ ആക്രമിച്ചുകൊണ്ടും നമ്മുടെ സ്ഥാപനങ്ങൾ തമിഴ്നാട്ടിൽ തകർത്തുകൊണ്ടും അതിർത്തി കടന്ന് മലയാളികളെ ആക്രമിച്ചുകൊണ്ടുമൊക്കെ ഒരു ഭീതി ജനിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരാണ് ഭീതി ജനിപ്പിച്ചത്, അവരോടുള്ള ഭയം. ആ ഭയമുള്ളത് കൊണ്ടാണ് ഇവിടെ ജനങ്ങൾ ജനങ്ങളൊക്കെ ആ ഭീതി ശരിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, റൂൾ ഓഫ് ലോ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നവരെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യാനും എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തമിഴ്നാട് ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനും കേരള ഗവൺമെൻറ്റിന് പറ്റും. പക്ഷേ നട്ടലുള്ള ഭരണാധികാരികൾ വേണം, അല്ലെങ്കിൽ ജനങ്ങളിങ്ങനെ കഷ്ടപ്പെടുകയുള്ളൂ. ഒരാൾക്ക് തമിഴ്നാട്ടിൽ 1 രൂപയെങ്കിലും ഇവരുടെ ആക്രമണം മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു 10 രൂപ കിട്ടാനുള്ള വകുപ്പുണ്ട്. അത് നമ്മുടെ മുഖ്യമന്ത്രി ആവശ്യപ്പെടണം തമിഴ്നാട് സർക്കാരിനോട്. തമിഴ്നാട് സർക്കാർ അത് ചെയ്തില്ലെങ്കിൽ ആ വിഷയം പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോവാം. തമിഴ്നാട് സർക്കാർ തന്നെ ഉണ്ടാവില്ല. കാരണം ഒരു സിറ്റീസനെ ആക്രമിക്കുക എന്നുള്ളത് ഭരണഘടന, സിറ്റീസൺ ഈസ് സുപ്രീം. ഒരാളെ പോലും അങ്ങനെ ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് നമ്മുടെ കേരളത്തിൽ അങ്ങനെ നട്ടലുള്ള ഒരു ഭരണകൂടോ നട്ടലുള്ള MP-മാരോ MLA-മാരോ നിർഭാഗ്യവശാലില്ല. ഇനി ഉണ്ടാവുമായിരിക്കും, ഇപ്പോൾ ഇല്ല. അതാണ് പ്രശ്നം. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിലൊരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞ് എന്താ ഉള്ളത്? ഞാൻ പറഞ്ഞല്ലോ, കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കാമെന്ന്. ഇനിയിപ്പോൾ അത്രയും ചിലവ് കുറഞ്ഞത് വേണ്ട. ഇപ്പോൾ കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കണമെങ്കിൽ 52 കിലോമീറ്റർ പൈപ്പ് വലിക്കണം, ഒരു 10 കിലോമീറ്ററോളം അണ്ടർഗ്രൗണ്ട് പൈപ്പ് വലിക്കണം, 100 കോടിയുടെ ചിലവ് വരും. ഒരു 3 മാസം കൊണ്ട് മുല്ലപ്പെരിയാർ പ്രശ്നവും തീരും. ഇനിയിപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള പ്രശ്നപരിഹാരം വേണ്ടാന്നുണ്ടെങ്കിൽ ഇടുക്കി ഡാമിൽ നിന്ന് കൊടുക്കാം. കുറച്ചുകൂടെ ലെങ്ത്തിൽ പൈപ്പ് വലിക്കണമെന്നുള്ളൂ. ഇനി അതും പറ്റൂല്ലെങ്കിൽ ഈ കക്കിയും ഡാമും വേണ്ട, ഇടുക്കി ഡാമും വേണ്ട, ഒരു ഡാമും വേണ്ട എന്നുള്ള തീരുമാനമാണെങ്കിൽ ആലുവ പുഴയെന്ന് കൊടുക്കാം. ഇപ്പോൾ ടെക്നോളജി ഇവരൊക്കെ ഏത് ലോകത്താണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ജനങ്ങളും അവരുടെ നേതാക്കളുമൊക്കെ ഏത് ലോകത്താണ് അവർ ജീവിച്ചിരിക്കണേ. ടെക്നോളജിയൊക്കെ ഭയങ്കര ഡെവലപ്ഡാണ്. ഇറാനിൽ നിന്ന് പ്രകൃതിവാതകം ഇന്ത്യയിൽ കൊണ്ടുവരാമെങ്കിൽ ആലുവ പുഴയിൽ നിന്ന് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊടുക്കാനാണോ പാട്? എന്തൊരു നോൺസെൻസാണ് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കണം. ഈ തലയുടെ മുകളിൽ ഡാം വെച്ചിട്ട് വിഡ്ഢികളുടെ ഒരു നമ്മളെ കണ്ട പുറത്തുള്ളവർ ചിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് പലരും ചിരിച്ചിട്ടുണ്ട്. ഫോമർ പ്രൈം മിനിസ്റ്റർ ദേവഗൗഡജി അടക്കം ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനത്തെ ജനങ്ങൾ എവിടെയുള്ളതെന്നാണ് ചോദിക്കുന്നത്. 130 വർഷം പഴക്കമുള്ള ഡാമും തലയിൽ വെച്ചിരിക്കുന്ന വിഡ്ഢികളുടെ സമൂഹം. ഇപ്പോൾ ഇത്രയും വലിയൊരു ഡാമാണ്, ഇത്രയും കാലപ്പഴക്കമുണ്ട്. അപ്പോൾ ഇത് ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ അതും റിസ്ക് അല്ലേ? അതൊന്നും റിസ്ക് ഒന്നുമല്ല. ലോകത്തെ എന്തോരം രാജ്യങ്ങളിൽ, ഇപ്പോൾ അമേരിക്കയൊക്കെ ഓരോ വർഷം ഒരു ഡാമെങ്കിലും ഡീകമ്മീഷൻ ചെയ്യുന്നുണ്ട്. അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഡീകമ്മീഷൻ എന്ന് പറയുന്നത് എന്താ, കുറേശ്ശെ വെള്ളം തുറന്നു വിട്ട് അവസാന സ്ട്രക്ചർ ഡെമോളിഷ് ചെയ്യാന്നുള്ളതാണ്. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഒരു പ്രശ്നമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, വലിയ സോഷ്യൽ മീഡിയ സപ്പോർട്ട്. അത് ഈ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ ഫലപ്രദമാണെന്ന് തോന്നുന്നുണ്ടോ? കണ്ണ് അത് ചൊല്ലില്ലേ, ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ എന്ത് ചെയ്യാനാണ്? അധികാരികൾക്ക് ഇതൊക്കെ അല്ല അറിയാമെന്നേ. അവർക്ക് അധികാരം കിട്ടിയ എന്താണ്, ഈ വിഡ്ഢികളായ ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കഴിവുണ്ട്. അവരാണ് ശരിക്കും കേരളത്തിൽ കഴിവുള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ മാറണം. ജനങ്ങളുടെ തലയിൽ നിന്ന് രാഷ്ട്രീയം മാറിയാൽ ജനങ്ങൾക്ക് ബുദ്ധി വരും. രാഷ്ട്രീയം തലയിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഞാൻ ഇലക്ഷന് എൻ്റെ പാർട്ടിക്ക് നല്ല വിചാരിക്കട്ടെ, ഞാൻ ഇലക്ഷന് എൻ്റെ നാടിന് ഉപകാരപ്പെടുന്ന പാർട്ടി, എൻ്റെ നാടിന് ഉപകാരപ്പെടുന്ന വ്യക്തികൾ, അങ്ങനെ തമിഴന്മാർ ചിന്തിക്കുന്ന പോലെ, അമേരിക്കൻ ജനത ചിന്തിക്കുന്ന പോലെ, ഇംഗ്ലീഷ് ജനത ചിന്തിക്കുന്ന പോലെ. ഇംഗ്ലീഷ് ജനത നോക്ക്, നമ്മുടെ ഒരാളവിടെ പ്രൈം മിനിസ്റ്ററായി വന്നു,
ഒരു ഇന്ത്യൻ വംശജൻ അവിടെ പ്രൈം മിനിസ്റ്ററായി വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ആ കാലഘട്ടങ്ങളിൽ അയാളാണ് നല്ലതെന്ന് ജനങ്ങൾക്ക് തോന്നി. മനസ്സിലായോ? ഇവിടെ അങ്ങനെ അല്ലല്ലോ, എൻ്റെ പാർട്ടി വരണമെന്ന് ചിന്തിക്കുന്നത്. കാരണം ഇവരുടെ ഈ അടിമകൾക്കൊരു പ്രശ്നമുണ്ട്. ഈ അടിമത്തം ലോകത്തിൽ വേണ്ട എന്ന് പറഞ്ഞപ്പോഴൊക്കെ ആദ്യം എതിർത്തത് അടിമകൾ തന്നെയാണ്. മനസ്സിലായോ? അതായത് ഇവർക്ക് ഒരു യജമാനുണ്ട്, അപ്പോൾ ഇവരൊന്നും ആലോചിക്കില്ല. ഭക്ഷണം യജമാനൻ തരും, ഇവർക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, സുഖജീവിതം. അടിയൊക്കെ കിട്ടും, അത് വേറെ കാര്യം. പക്ഷേ ഒരുമാതിരിയുള്ള നമ്മൾ വളർത്തുമൃഗങ്ങളെ നോക്ക്, നമ്മൾ വളർത്തുമൃഗങ്ങളെ അങ്ങനെ തല്ലാറൊന്നുമില്ല അല്ലേ? നമ്മൾ താലോലിച്ചാണ് നമ്മുടെ പശുക്കളെയും കോഴിയൊക്കെ വളർത്തുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു സുഖമുണ്ട് അവർക്ക്, റെസ്പോൺസിബിലിറ്റി ഇല്ല. അടിമകൾ അങ്ങനെയാണ്. അപ്പം അടിമ ആയിരിക്കുന്നത് സുഖമാണെന്ന് വിചാരിച്ച് ലോകത്തിൽ അടിമത്ത വ്യവസ്ഥയൊക്കെ നിരോധിക്കണമെന്ന് പലരും വന്നപ്പോൾ ആദ്യം എതിർത്തത് അടിമകളാണ്. അതുതന്നെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. നമ്മളിത് പറയുമ്പോൾ ഈ പാർട്ടി അടിമകളായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും ദഹിക്കില്ല, ഡൈജസ്റ്റ്. കാരണം അവരുടെ ഈ ഇന്നർ ഓർഗൻസൊക്കെ ഇതൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പാകത്തിലല്ല. ഇതൊന്നും അവർക്ക് ഡൈജസ്റ്റ് ചെയ്യില്ല. അവർ ശക്തമായിട്ട് എതിർക്കും. അതാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നം. സർ, വിമർശനങ്ങളോട് എങ്ങനെയാണ്? പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത ആളുകൾ വരുന്നത് പോലെ തന്നെ വിമർശനമായിട്ടും ആളുകൾ വരുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എന്നെ എന്ത് പറഞ്ഞ് വിമർശിക്കും? ഞാൻ ആകപ്പാടെ പറയുന്നത് ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ ഒന്ന് ഡാം പരിശോധിച്ച് അതിൻ്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണം. അതിനെന്ത് വിമർശിക്കാനാണ്? ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ ഈ നാട്ടിൽ വന്ന് നമ്മുടെ ഡാം പരിശോധിക്കുന്നതിൽ എന്താ തെറ്റ്? എന്ത് പറഞ്ഞ് വിമർശിക്കുക? അത് പറഞ്ഞ് ആരും വിമർശിക്കുന്നില്ല എന്നെ ഇവിടെ ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണമെന്ന എൻ്റെ ആവശ്യത്തെ ആരും വിമർശിച്ച് കണ്ടിട്ടില്ല. പക്ഷെ അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യുന്നില്ല. അത് കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡാം അവർ ഒന്ന് പരിശോധിക്കും. അവരുടെ സയൻസ് പറയുന്നത് 40 വർഷത്തെ കാലാവധിയാണ് ഒരു ഡാമിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സെൻറ്റ് ജോർജ് ഫോർട്ടിൽ നിന്ന് ഇറങ്ങും, തിരുവനന്തപുരത്ത് വരും. നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് വെള്ളം കിട്ടാനുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും. അവർക്ക് വെള്ളം വേണം, അതിന് 1000 അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. അതവർ ചെയ്തോളും. നമ്മൾ ഏത് നേരവും തമിഴ്നാടിൻ്റെ കേരളത്തിൻ്റെ സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്ന് പറയുന്ന മണ്ടന്മാരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനും വെള്ളമായിട്ട് എങ്ങനെ എനിക്കിതുവരെ ആലോചിച്ചിട്ട് പിടികിട്ടിയില്ല. ഇത്രയും എൻ്റെ ബുദ്ധി വെച്ചാൽ ഒരു ആലോചിച്ചിട്ട് നിങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാവുമെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. ജീവനും വെള്ളം എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ഇവിടുത്തെ ആരാണോ ഇത് പറഞ്ഞത്? കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു. അത് ഏറ്റു പറയാനായിട്ട് ഇവിടെ ജനങ്ങളുണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ട്. തമിഴന്മാരിത് കാണുന്നുണ്ടേ, ഈ വിഡ്ഢികൾ ഇതും പറഞ്ഞ് നടന്നോളൂ എന്ന് വിചാരിച്ച് ചുമ്മാ ഇരിക്കും. തമിഴ്നാട് ഗവൺമെൻറ്റും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വവും ചുമ്മാ ഇരിക്കുക. കാരണം ഈ വിഡ്ഢികൾ ഇതൊക്കെ പറഞ്ഞത് കൊണ്ട് നടന്നോളും. അവസാനം ഇതൊക്കെ ഒഴുകി പോകുമ്പോൾ കേരളം തമിഴ്നാടിൻ്റെ ഒരു ജില്ല. എന്താ പ്രശ്നം? ഇപ്പം തന്നെ അവർ ചോദിച്ചു തുടങ്ങി. പീരുമേട്, ദേവികുളം, ഇടുക്കി ഡിസ്ട്രിക്റ്റ് മൊത്തം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു തുടങ്ങി. കാരണം അവിടെയാണല്ലോ വെള്ളമുള്ളത്. അപ്പോൾ എല്ലാം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരളം തമിഴ്നാടിൻ്റെ ഒരു ജില്ലയാക്കണതിന് കുഴപ്പമില്ല. നമുക്കതുകൊണ്ട് വലിയ ദോഷമൊന്നും വരാൻ പോകുന്നില്ല. ഇത്രയൊക്കെ ദോഷമുള്ളൂ. മലയാളം ഉണ്ടാവില്ല, ഇവിടുത്തെ സംസ്കാരം ഉണ്ടാവില്ല. നമുക്ക് തമിഴ് സംസ്കാരം വരും. തമിഴ് കുറച്ചുകൂടെ നമുക്ക് ഇതിലൊക്കെ അഭിമാനിക്കുന്നവർക്ക് പ്രശ്നമാണ്. മലയാള ഭാഷയിൽ, സംസ്കാരത്തിൽ, ഈ നാടിൻ്റെ പ്രകൃതിയിലൊക്കെ അഭിമാനിക്കുന്നവർക്ക് പ്രശ്നമാണ്. അല്ലാത്തവന് പ്രശ്നമില്ല. തമിഴ്നാട്ടിൽ തമിഴിനെ പോലെ ജീവിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിനൊരു ശാശ്വത പരിഹാരം സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടാകും? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിയ എഞ്ചിനീയർ, കേരളത്തിൻ്റെ വലിയൊരു എഞ്ചിനീയർ എന്നോട് പറഞ്ഞത്, മുല്ലപ്പെരിയാർ ഡാം വീഴാതെ നിൽക്കുന്നത് മഹാത്ഭുതം. എനിക്ക് തോന്നുന്നത് അഡ്വക്കേറ്റ് റസൽ ജോയി ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ദൈവം പിടിച്ച് ഈശ്വരൻ, അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഈശ്വരൻ പിടിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ഡാമാണ് ഇതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഈശ്വരൻ തന്നെയാണ് ഇത്രയും നാൾ പിടിച്ച് 60 വർഷമായില്ലേ ഈ ഡാം വീക്കാണെന്ന് കണ്ടത്. ഇത്രയും നാൾ 1.5 കോടി ജനങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ട്, ഡയറക്റ്റ് ലൈനിൽ. 3.5-4 കോടി ജനങ്ങൾ അല്ലാതെയും ഉണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയും അവരുടെയൊക്കെ ജീവനും ദൈവത്തിന് പ്രിയങ്കരമായിരിക്കും. അതുകൊണ്ട് ദൈവം പിടിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ഡാമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം എനിക്ക് ഉണ്ടാക്കിയെടുത്ത് പരിഹരിക്കാൻ പറ്റും. അതുവരെ ദൈവം പിടിച്ചു നിർത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം
അൾട്ടിമേറ്റ്ലി പിടിച്ചു നിർത്താതിരിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചത്തിൻ്റെ നീതി. പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ തകരാറിലാക്കിയാൽ പ്രകൃതി തന്നെ ആ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കും, മനുഷ്യനുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇത്രയും നാൾ തകരാറിലാവാതെ ഇരുന്നത് ഒരുപക്ഷെ ഒരു ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷനായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ്. ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നമുക്ക് പ്രശ്നം നിസ്സാരമായിട്ട് പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന ഇതിൻ്റെ പ്രേക്ഷകർ അവരുടെ ഹാഷ്ടാഗ് ഇതാകട്ടെ, കേരള സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക. അത് നിങ്ങളുടെ ഹാഷ്ടാഗ് ആകട്ടെ. അങ്ങനെ അത് സോഷ്യൽ മീഡിയയിൽ ചെയ്ത് നിങ്ങൾ ഈ പ്രചരിപ്പിക്കണം. അതുപോലെ തന്നെ ഒരു ബാനറോ ഫ്ലെക്സ് ബോർഡോ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലോ 4 ആളുകൾ കൂടുന്ന ജംഗ്ഷനിലൊക്കെ സ്ഥാപിച്ച് ഈ മിഷനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് change.org എന്ന ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ ഒരു പെറ്റീഷൻ ഇട്ടിട്ടുണ്ട്. അതിലെ ആവശ്യം മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ളതാണ്. ആ പെറ്റീഷനിൽ നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച് സൈൻ ചെയ്യാവുന്നതാണ്. അതിൽ ഷെയറിംഗ് ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. change.org എന്ന പ്ലാറ്റ്ഫോം ചിലപ്പോൾ ഡൊണേഷൻസ് ചോദിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ഒപ്പിടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക്, അതിൻ്റെ QR കോഡ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ ആ QR കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് പെറ്റീഷനിൽ വരിക, അല്ലെങ്കിൽ ലിങ്കിൽ കൂടെ പെറ്റീഷനിൽ വരിക, അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഗൂഗിളിൽ ചേഞ്ച് എന്ന് അടിച്ചാൽ തന്നെ ആ പെറ്റീഷൻ വരാറുണ്ട്. വന്നില്ലെങ്കിൽ change.org എന്ന് അടിക്കുക. അപ്പോൾ എല്ലാവരും ഒപ്പിടണം. നമ്മുടെ ബഹുമാന്യനായ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഒരു കമൻറ്റും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ വിഷയം വളരെ ഗൗരവതരമാണെന്നും ഇതിലെല്ലാവരും ഒപ്പിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം നമുക്ക് നിൽക്കാം. കേരളത്തിൻ്റെ ഹെഡാണ് കേരളത്തിൻ്റെ ഗവർണർ. കേരളത്തിൻ്റെ ഗവർണർ ഒപ്പിട്ടതോടുകൂടി നമുക്കും ഉത്തരവാദിത്തം വർദ്ധിച്ചു. നമ്മളും ഒപ്പിടുക. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ഥിരമായിട്ട് ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദേശീയ അന്വേഷണ ഏജൻസികളെല്ലാം ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒരുപക്ഷെ പ്രധാനമന്ത്രിക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടാകും. പക്ഷേ 4 കോടി ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. 1/2 കോടി ജനങ്ങളെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായും പ്രൈം മിനിസ്റ്റർ ഇതിൽ ഇടപെടേണ്ടതായിട്ട് വരും. ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പെറ്റീഷനാണ്. ഇതിൽ യൂറോപ്പിലുള്ള ആളുകളും വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ ദേശക്കാരും വിവിധ കളറുള്ള ആൾക്കാർ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. കാരണം ഇതൊരു എൻവയറമെൻ്റൽ ഇഷ്യൂ ആയതുകൊണ്ട് ജർമ്മനിയിലൊക്കെ ഉള്ള ആൾക്കാർ ധാരാളമായി ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് ആർക്ക് വേണമെങ്കിലും ഇതിൽ ഒപ്പിടാം, എവിടെ ഇരുന്നും ഒപ്പിടാം. അപ്പോൾ ഈ മിഷൻ വലിയ ഒരു വിജയമുണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിൻ്റെ ഒപ്പം കൊടുക്കാം. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ വീണ്ടും വിളിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ദൂരീകരിച്ച് തരുന്നതായിരിക്കും. നന്ദി. ആശങ്കകൾ ഒഴിയുന്നില്ല. 140 വർഷങ്ങൾ കടന്ന് ഓരോ നിമിഷവും ജലബോംബായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം. ഈ വിഷയത്തിന് ഉടനെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. MT ന്യൂസ്, തൊടുപുഴ.